ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്കും അതുപോലെ സെയിൽസ് റിട്ടേൺസ് ബുക്കും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. റെക്കോർഡ് ദി ഫോളോയിങ് ഇൻ ദ ബുക്സ് ഓഫ് അക്ഷയ് ഷൂമാർട്ട്. അല്ലെ, അക്ഷയ് ഷൂമാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൻ്റെ ബുക്കിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. 2020 മാർച്ച് 8 റിട്ടേൺഡ് ടു പി ആൻഡ് കമ്പനി ഡെബിറ്റ് നോട്ട് നമ്പർ P/04 5 ചപ്പൽസ് അറ്റ് ₹180 ആൻഡ് 2 ജെൻസ് ഷൂസ് അറ്റ് ₹1200. മാർച്ച് 15 റിട്ടേൺഡ് ടു ക്യൂ ആൻഡ് സൺസ് ഡെബിറ്റ് നോട്ട് Q/07 2 chappals at ₹170 and 3 gents shoes at ₹1100. On March 25th, returned to S and Company debit note S/09 3 lady chappals at ₹300 and 4 children shoes at ₹400. Okay, അപ്പോൾ ഇതിനകത്ത് 3 ട്രാൻസാക്ഷനുകളാണ്. റിട്ടേൺഡ് ടു പി ആൻഡ് കമ്പനി, റിട്ടേൺഡ് ടു ക്യൂ ആൻഡ് സൺസ്, റിട്ടേൺഡ് ടു എസ് ആൻഡ് കമ്പനി. റിട്ടേൺഡ് ടു എന്നാണ് പറയുന്നത് അല്ലേ, എന്താ പറയുക, പുറത്തേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. അല്ലെ, അക്ഷയ് ഷൂമാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സ് തിരിച്ച് ആ സപ്ലൈസിന് കൊടുക്കുന്നതാണ് ഈ 3 ട്രാൻസാക്ഷനുകൾ എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺസ് ആണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ബുക്കാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മളതിൻ്റെ ഫോർമാറ്റ് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ഡെബിറ്റ് നോട്ട് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട്. ഇത്രയും കോളങ്ങളാണ് വേണ്ടത് അല്ലേ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ 2020 മാർച്ച് 8 റിട്ടേൺഡ് ടു പി ആൻഡ് കമ്പനി ഡെബിറ്റ് നോട്ട് നമ്പർ P/04 അല്ലേ. അപ്പോൾ നമ്മൾ ഡേറ്റ് കൊടുത്തു 2020 മാർച്ച് 8 പി ആൻഡ് കമ്പനി ഡെബിറ്റ് നോട്ട് നമ്പർ P/04 ആണ്. ഡീറ്റെയിൽസ് ഓഫ് റിട്ടേൺസ് എന്തൊക്കെയാണ്? 5 ചപ്പൽസ് ഓഫ് ₹180 അല്ലേ, 5 ചപ്പൽസ് ഓഫ് ₹180 ആൻഡ് 2 ജെൻ ഷൂസ് ഓഫ് ₹1200, 2 ജെൻ ഷൂസ് ഓഫ് ₹1200. സോ 5 ചപ്പൽസ് അറ്റ് ₹180, 5 into 180 ₹900, then 2 into 1200 that is ₹2400. The total amount is ₹900 plus 2400, 3300. ഓക്കെ, ഇത് പി ആൻഡ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർച്ച് 8 തന്നെ പി ആൻഡ് കമ്പനി അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യണം. 2020 മാർച്ച് 8 ഡേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക. മാർച്ച് 8 നമ്മളിവിടെ പി ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺസ് എന്ന് എഴുതിയിട്ട് ഈ 3300 രൂപ ഈ ഡെബിറ്റ് സൈഡിൽ നമ്മൾ അന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ മാർച്ച് 15 റിട്ടേൺഡ് ടു ക്യൂ ആൻഡ് സൺസ് ഡെബിറ്റ് നോട്ട് Q/07 അല്ലേ. മാർച്ച് 15 ക്യൂ ആൻഡ് സൺസ് ഡെബിറ്റ് നോട്ട് Q/07. എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്യുന്നത്? 2 ചപ്പൽസ് ഓഫ് ₹170 ആൻഡ് 3 ജെൻ ഷൂസ് ഓഫ് ₹1100. ഓക്കെ, ദെൻ 2 ചപ്പൽസ് ഓഫ് ₹170, 2 into 170 is ₹340. Then 3 gen shoes of ₹1100, 1100 into 3 that is ₹3300. Then total ₹340 plus 3300 ₹3640. That is the amount of return to Q and Sons. മാർച്ച് 15 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂ ആൻഡ് സൺസ് അക്കൗണ്ടിൽ മാർച്ച് 15 ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് ഈ പറയുന്ന 3640 രൂപ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ ട്രാൻസാക്ഷൻ മാർച്ച് 25 റിട്ടേൺഡ് ടു എസ് ആൻഡ് കമ്പനി ഡെബിറ്റ് നോട്ട് S/09 അല്ലേ. മാർച്ച് 25 എസ് ആൻഡ് കമ്പനി ഡെബിറ്റ് നോട്ട് S/09 റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് എന്തൊക്കെയാണ്? 3 ലേഡീസ് ചപ്പൽസ് അറ്റ് ₹300 ആൻഡ് 4 ചിൽഡ്രൻ ഷൂസ് അറ്റ് ₹400. ഓക്കെ, 3 ladies chappals at 300, 3 into 300 that is ₹900. Then 4 children shoes at ₹400, 4 into 400 ₹1600. Then 900 plus 1600 ₹2500. So return of goods to S and Company on 25th March in the book of S and Company. In S and Company account
ഡേറ്റ് 2020 March 25th ടു പർച്ചേസ് റിട്ടേൺസ് ദിസ് എമൗണ്ട് ഓഫ് ₹2500. അപ്പോൾ ഇതാണ് മാർച്ചിലേക്കുള്ള 3 ട്രാൻസാക്ഷനുകൾ ഈ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ വരേണ്ടത്. നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ മാർച്ച് മാസത്തേക്ക് 9440 രൂപയുടെ പർച്ചേസ് റിട്ടേൺസ് ആണ് ഉള്ളത്. ആ സിംഗിൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മാർച്ച് ലാസ്റ്റ് ഡേറ്റിന്, മാർച്ച് 31st അല്ലേ, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 2020 മാർച്ച് 31 ബൈ സൺട്രീസ് ആസ് പെർ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് എൻ്റർ ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള ഈ 9440 ആ എമൗണ്ട് നമ്മൾ ഇവിടെ ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ. ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സെയിൽസ് റിട്ടേൺസ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ ആണിത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ 4 എന്ന് കൊടുത്തത് കാണാം. റെക്കോർഡ് ദി ഫോളോയിങ് ഇൻ ദി ബുക്സ് ഓഫ് മൂൺ ലിമിറ്റഡ്. മൂൺ എന്ന് പറയുന്ന കമ്പനി ബിസിനസിന്റെ ബുക്കിലാണ് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. 2 ട്രാൻസാക്ഷനാണ് കാണുന്നത്. ഒന്ന്, 2020 മാർച്ച് 12 സോണ ഇലക്ട്രിക്കൽസ് റിട്ടേൺഡ് 5 ഇലക്ട്രിക് കെറ്റിൽസ് at ₹700 and 2 tube lights at ₹140 അല്ലേ. മാർച്ച് 12 സോണ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം 5 ഇലക്ട്രിക് കെറ്റിലുകളും 2 ട്യൂബ് ലൈറ്റുകളും റിട്ടേൺ ചെയ്യുന്നു. ആ സ്ഥാപനം റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സെയിൽസ് റിട്ടേൺ ആണ്. കാരണം മൂൺ ലിമിറ്റഡ് ആണ് ഇവിടെ നമ്മുടെ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബിസിനസ് അല്ലേ. അവർക്ക് റിട്ടേൺ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ, നേരത്തെ വിറ്റിട്ടുള്ള ഗുഡ്സ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സെയിൽസ് റിട്ടേൺ ആണെന്ന് പറയാൻ പറ്റും. മാർച്ച് 22 കിങ് ഇലക്ട്രിക്കൽസ് റിട്ടേൺഡ് 10 ടേബിൾ ഫാൻസ് ആൻഡ് 5 സീലിംഗ് ഫാൻസ് അല്ലേ. കിങ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാപനം 10 ടേബിൾ ഫാനുകളും 5 സീലിംഗ് ഫാനുകളും റിട്ടേൺ ചെയ്യുന്നു. അതും സെയിൽസ് റിട്ടേൺ ആണ്. അതിന്റെ പാക്കിങ്ങിനും ഫോർവേഡിങ്ങിനും വേണ്ടി, ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് 500 രൂപ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സെയിൽസ് റിട്ടേൺസ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് നോട്ട് നമ്പർ ഇതിനകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ആ കോളം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം 2020 മാർച്ച് 12 അല്ലേ, 2020 മാർച്ച് 12 സോണ ഇലക്ട്രിക്കൽസ് ആണ് പാർട്ടി. അതിനകത്ത് കൊടുത്ത ഡീറ്റെയിൽസ് 5 ഇലക്ട്രിക് കെറ്റിൽസും 2 ട്യൂബ് ലൈറ്റും ആണ് അല്ലേ. 5 electric kettles of ₹700. Then 5 into 700 is ₹3,500. 2 tube lights at ₹140. 2 into 140 that is ₹280. Then total 3,500 plus 280 ₹3,780 അല്ലേ. അതാണ് അവിടെ വരുന്ന ട്രാൻസാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം? സോണ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ഇത് എൻ്റർ ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 2020 മാർച്ച് 12 തന്നെ സോണ ഇലക്ട്രിക്കൽസ് അക്കൗണ്ടിൽ ബൈ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഈ 3780 രൂപ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം. ഇനി മാർച്ച് 22 മറ്റൊരു റിട്ടേൺ ഉള്ളത് കിങ് ഇലക്ട്രിക്കൽസ് ആണ്. 10 ടേബിൾ ഫാൻസ് ആൻഡ് 5 സീലിംഗ് ഫാൻസ് അല്ലേ. അതുപോലെ തന്നെ പാക്കേജ് എക്സ്പെൻസ് അതുമായി ബന്ധപ്പെട്ട് 500 രൂപ പാക്കേജ് എക്സ്പെൻസും വരുന്നുണ്ട്. അത് ഈ സ്ഥാപനമാണ് അത് സഹിക്കേണ്ടത്, അത് മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കിങ് ഇലക്ട്രിക്കൽസിന്റെ കേസിൽ 10 table fans, 10 into ₹1,500, ₹15,000. 5 ceiling fans of ₹2,000, 5 into 2,000 ₹10,000. And also the charges of packing and forwarding ₹500. Then 15,000 plus 10,000 plus 500. Total ₹25,500. That is the amount to be credited in അക്കൗണ്ട് ഓഫ് കിങ് ഇലക്ട്രിക്കൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർച്ച് 22 കിങ് ഇലക്ട്രിക്കൽസിന്റെ അക്കൗണ്ടിൽ ബൈ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് എന്ന് എഴുതി ഈ പറഞ്ഞ 25,500 രൂപ നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു മാർച്ചിൽ ഈ 2 സെയിൽസ് റിട്ടേൺസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാർച്ച് അവസാനം ഈ സെയിൽസ് റിട്ടേൺസ് ബുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ 29,280 എന്ന് പറയുന്ന എമൗണ്ട് ആണ് മൊത്തം സെയിൽസ് റിട്ടേൺസ് ആ ഒരു മാസത്തേക്ക് വന്നിട്ടുള്ളത്. ആ എമൗണ്ടിന് നമ്മൾ ലെഡ്ജർ ആയിട്ടുള്ള സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ മാസം അവസാനം 2020 മാർച്ച് 31 ഡെബിറ്റ് സൈഡിൽ ടു സൺട്രീസ് ആസ് പെർ സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്ന് എഴുതിയിട്ട്
29,280 രൂപ അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇതാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു.